ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി മിക്കവരും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന് മുമ്പൊരു ഒരു ലോങ് വീഡിയോ എന്ന് പറയാം ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ ട്രിപ്പ് പോകാമെന്നുള്ളത്, വയനാട്. അപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. അതായത് 19th Jan ഫ്രൈഡേ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അന്ന് രാവിലെ 5 മണിക്കൊക്കെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിച്ച് പിന്നെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പ്രഹസനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് കുട്ടികൾ ക്ലാസ്സും തുടങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എഡിറ്റ് ചെയ്യലും ഇതൊക്കെ അവിടെ കിടന്നു. കാരണം മടിയും കുറച്ച് പണികൾ വീട്ടിലുണ്ടായിരുന്നു, വന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി ഇരിക്കാൻ സമയമില്ല. പിന്നെ കുറേ അധികം വീഡിയോസും മൊബൈലിലുണ്ട്, ഞാൻ എടുത്തതുണ്ട്, കൂടാതെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് അതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഏതൊക്കെ ഇടണമെന്നൊരു പിടുത്തല്ലേ. അത് കുറേ നമ്മൾ അവിടെ ഇവിടെ നടന്നിട്ട് എല്ലാവരെയും പിന്നെ കാണുന്നത് ഇപ്പോൾ ട്രിപ്പ് പോയവർ മാത്രമല്ലല്ലോ, പിന്നെ നമ്മളുടെ ആളുകൾ മാത്രമല്ല, മറ്റുള്ളവരല്ല, അവരെയും ബോറടിപ്പിക്കാണ്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ഇടണ്ടേ. കാരണം അവരെ കാണിക്കുക, ഇവരെ കാണിക്കുക, എന്നെ കാണിക്കുക, അങ്ങനെ നോക്കി ഉള്ള വീഡിയോസ് മുഴുവൻ വലിച്ചു വാരി ഇതിലിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. കാരണം സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിരിക്കും ഒട്ടുമിക്കവർക്ക് ഇഷ്ടം, നമ്മൾ കണ്ട കാഴ്ചകളും അതൊക്കെ. അല്ലാണ്ട് ഈ കുറേ കാണിച്ചവരെ തന്നെ കാണിച്ചു അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടാവില്ല. കാരണം ഞാൻ കുറേ ഫോട്ടോസും ചില വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ മിക്കതും കാണിച്ചു തരുന്നത്. പിന്നെ അവിടുത്തെ നമ്മളുടെ എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നൈക്കിയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ സ്കിൻ കെയർ ആണ് കാണിച്ചു തരുന്നത്. സിറം, അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീം, ഈ ഒരു ഡാർക്ക് സർക്കിളിനുള്ളതൊക്കെ. അതുപോലെ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഇതുണ്ടല്ലോ, റോൾ ഓൺ അണ്ടറാം, അതും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മേക്കപ്പ് ആയിട്ട് ആരും കൂട്ടരുത്. എൻ്റെ ചാനൽ ശരിക്കും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് മാത്രമുള്ള ചാനലാണ് ശരിക്കും ആയിരുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസിൽ ആ ഒരു പ്രശ്നം, പിഗ്മെൻറ്റേഷൻ ഇത് വന്ന കാരണം കൊണ്ട് അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിലായ കാരണം ഞാൻ അതൊന്നും മേക്കപ്പൊന്നും ഇടുന്നില്ല. പക്ഷെ ഞാൻ പതുക്കെ അതിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ഈ ഒരു സ്കിൻ കെയറും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും എൻ്റെ ചാനലിൽ. എനിക്കിഷ്ടമല്ല അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാം. സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ അറ്റ്ലീസ്റ്റ് സ്കിൻ കെയർ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കും. കാരണം എനിക്കിപ്പോൾ സ്കിൻ കെയറിലാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് വരെ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇടുന്നതൊക്കെയാണ് ഈ ഒരു മേക്കപ്പ് എന്ന് പറയുക. പ്രൈമർ അപ്ലൈ ചെയ്യുക, പ്രൈമറും സ്കിൻ കെയറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മേക്കപ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല. മോയ്സ്ചറൈസർ വരെ ഉള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. ആ മോയ്സ്ചറൈസർ ഇടുകയാണ്. മോളുടെ മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അവൾക്കൊരു മോയ്സ്ചറൈസർ ഡോക്ടർ ചെയ്തിട്ടുണ്ടായി, നല്ലൊരു മോയ്സ്ചറൈസറാണ്, മാർക്സൊക്കെ പോകാൻ പറ്റിയത് മുഖത്തെ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സൺസ്ക്രീൻ, ഞാൻ ഈ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ ന്യൂട്രിജനയുടെ സൺസ്ക്രീനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ന്യൂട്രിജനല്ലേ, അതെ. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് വേറെ ഒന്ന് സൺസ്ക്രീൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മറ്റേതൊക്കെ ഞാൻ കയ്യിലും കാലിലൊക്കെ ഇപ്പോൾ ഇടും, തീർക്കണമല്ലോ, ഡേറ്റ് കഴിഞ്ഞു പോലെങ്കിൽ. പിന്നെ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്തു, കണ്ണെഴുതി, ലിപ്സ്റ്റിക് ഇട്ടു, ഇത്രയേ ഉള്ളൂ. പൗഡർ ഇട്ടു. മേക്കപ്പിൽ അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സ്കിൻ കെയറും കാര്യങ്ങളാണ്. തലമുടി വെച്ച് ഞാൻ കേൾ ഡിഫൈനിങ് ക്രീമൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസം കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കാണ്ട് ഇത്തിരി ഒന്ന് താഴ്ന്ന് കിടക്കണ്ടായിരുന്നു മുടി കേട്ടോ. പിറ്റേ ദിവസം തുടങ്ങി പഴയ പടി തന്നെയായി. പിന്നെ കമ്മലൊക്കെ ഇട്ട് റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഇനി ഒരു സ്വെറ്ററും കൂടി ഇട്ടാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കുറച്ച് തണുപ്പുണ്ട് ബാംഗ്ലൂർ ഇപ്പോഴും. പിന്നെ ഇനി വയനാട് പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ എല്ലാവരും സ്വെറ്ററൊക്കെ കുത്തിയിട്ട് അവിടെ ചെന്ന് പൊരിഞ്ഞ വെയിലായിരുന്നു. തണുപ്പൊന്നും ഉണ്ടായില്ല, രാത്രി പോലും അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലുതായിട്ട്. അപ്പം ഞങ്ങളിതാ പോവാണ് കേട്ടോ, ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങളൊരു 6:30 കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചേച്ചിയുടെ വീട്ടിലേക്ക് അവിടെയാണ് ബസ് വരിക. നമ്മൾ കുറേ ഫാമിലി ഉണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ഇവിടെ നിന്ന് കുറച്ച് പേര് ചേച്ചിയുടെ വീട്ടിലേക്ക് കുറച്ച് പേര് വന്നു. പിന്നെ ഓൾറെഡി ബസ്സിൽ കുറച്ച് പേര് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ ലഗേജ് നിറച്ച് കുറേ ലഗേജ് ഉണ്ട്. അത് കൂടെ കഴിക്കാനായിട്ടും കുടിക്കാൻ, അതുപോലെ വെള്ളം നമ്മളങ്ങനെ കുടിക്കാനായിട്ടും വലിയ ബോട്ടിലുണ്ടല്ലോ, ബിസ്ലറി ബോട്ടിൽ വലുത്, അത് അങ്ങനെ 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബ്രെഡ്, ജാം, ജ്യൂസ്, ചിപ്സ്, ഇങ്ങനെ ഓരോ കഴിക്കാൻ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്
ആയി നമ്മൾ പോവുകയാണ്. എല്ലാവരും ലഗേജ് എടുത്ത് 7:30 കേട്ടോ ബസ് വന്നപ്പോൾ. അതിന് മുമ്പ് വരുമെന്ന് പറഞ്ഞതാണ്. 6:30 ആകുമ്പോഴേക്കും 6:30 6:45 ബസ് വരുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി, 7:30 ആയി. എന്നിട്ട് പിന്നെ നമ്മൾ ചേച്ചിയുടെ കൂടെ കേട്ടോ കുട്ടികൾ. അപ്പോൾ ആദ്യക്ക് പിന്നെ ഒരു കൂട്ട് കിട്ടി, നമ്മളുടെ തന്നെ ഒരു കസിൻ്റെ കുട്ടീനെ കിട്ടി, ചിന്നു, അവനീന്ന് അവൾ വിളിക്കാം. അപ്പോൾ ചിന്നുൻ്റെ കൂടെയായിരുന്നു ആദ്വിക. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടായാലും 2 പേരും പാർക്കുണ്ടായിരുന്നു. അവിടെ പാർക്കിൽ നിന്ന് കയറുണ്ടായിരുന്നില്ല, ഫുൾ ടൈം കളിക്കാൻ പോക്കായിരുന്നു. ഇവളെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാലും കുറച്ച് കഴിയുമ്പോൾ ചിന്നു വന്ന് ഇവളെ കൊണ്ടുപോകും. പിന്നെ അവളുടെ കൂടെ ആകുമ്പോൾ വിടാൻ പേടിക്കണ്ട. 2 വയസ്സിന് മൂത്താണ് കേട്ടോ അതിനേക്കാളും. കണ്ടില്ലേ, 2 കൂടി ഇരുന്ന് പാട്ടും ഡാൻസും. എനിക്ക് ഇവരുടെ കൂടെ ആയിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ ഇരുന്നത്. ഞാൻ ദൈവമേ എനിക്ക് വയ്യ, 2 നല്ല ബഹളമായിരുന്നു. എന്തോ ഞങ്ങൾ പ്രശ്നമൊന്നുമില്ലാണ്ട്, മോളത് കാരണം കൊണ്ടൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ആൾക്ക് കിടന്ന് ഉറങ്ങണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇവളുടെ കൂടെ ഫുൾ ടൈം ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരും പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഒരു പെട്രോൾ ബങ്കിൽ നിർത്തിയതാണ് കേട്ടോ. അവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പിന്നെ റെസ്റ്റ് റൂമിൽ പോകേണ്ടവർക്ക് റെസ്റ്റ് റൂമിൽ പോവാം. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓരോരുത്തരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും നമ്മളെല്ലാവർക്കും കൂടി ഉള്ളത് ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടുവന്നത്. പിന്നെ അതിന് വേണ്ടി ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ കയറണ്ടല്ലോ, മോൻ പോണ പോക്കണ്ട. അപ്പം ഞങ്ങളത് ഈ 2 ലോറി കണ്ടില്ലേ, അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇരുന്ന് ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ചതും. അങ്ങനെ നമ്മളവിടെ നിന്ന് കഴിച്ച് കുറച്ച് നേരം അവിടെ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ കറങ്ങിയെടുത്ത്. പിന്നെ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ റെസ്റ്റ് റൂമിലാണ് പോയത്. പിന്നെ അവിടെ നിന്ന് കോഫി ചായ അതൊക്കെ കുടിച്ചു. ഞാനതൊന്നും കുടിച്ചില്ല കേട്ടോ. ഓൾറെഡി വീട്ടിൽ നിന്ന് ഞാനൊരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. കുളിക്കാൻ പോയതിന് മുന്നേ തന്നെ ഞാനും ഹസ്ബൻഡൊക്കെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ വേറെ കുടിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഇതിൻ്റെ മുമ്പിൽ കണ്ടില്ലേ ചെമ്പരത്തി വെച്ചിട്ടുണ്ടല്ലോ. വേറൊരു മാണിക്യ ചെമ്പരത്തി, ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കൊണ്ടുണ്ടായൊരു കായ ഉണ്ടാവില്ലേ, അത് പറിക്കലായിരുന്നു 2 കൂടി. ഇത് പോകാൻ നേരത്തെ ചെമ്പരത്തി പറിച്ച് ഒരുത്തി ചെവിയിൽ വെച്ചിട്ടുണ്ട്. അടുത്തവൾ പറിച്ചിട്ടുണ്ട്, പക്ഷെ വെക്കാനുള്ളൊരു രക്ഷയും കിട്ടിയില്ല. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ആദ്യയുടെ തലയിൽ ചെമ്പരത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ചെമ്പരത്തി വാടി ഉണ്ടായിരുന്നു, അതും വെച്ചിട്ട് അവൾ ഇതേയോട്ടിരിക്കണം. ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ 2 പേർക്കും ബാഗുണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ആദ്യയുടെ ഞാൻ അവളുടെ കുറേ ക്ലിപ്സ്, ഹെയർ ബാൻഡ് അങ്ങനത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ എഴുതുന്നത് എൻ്റെ പ്രൊഡക്റ്റുകളാണല്ലോ, അത് അവളുടെ കൊടുത്ത് അവൾ കളയും. അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷേ ചിന്നുൻ്റെ ബാഗിലുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. ഈവൻ മിറർ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് അവിടെ തൂക്കിയിട്ടിട്ട് ആദ്യം പിടിച്ചു കൊടുക്കുക, ഇവൾ കണ്ണെഴുതുക. ഇതാണ് പരിപാടി. കണ്ടില്ലേ 2 കൂടിയുള്ള പരിപാടികൾ. കണ്ണെഴുതുക, ഐലൈനർ എടുത്തിട്ട് എഴുതാൻ നോക്കണ്ട. എന്നിട്ട് എന്നോട് എഴുതി കൊടുക്കാൻ പറയണ്ടേ. പറ്റണ്ടേ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഓക്കെ കാജൽ വെച്ചിട്ട് ഓക്കെ നമുക്ക് പിന്നെ എഴുതാം, മറ്റേ ഐലൈനർ കണ്ണിൽ പോയി നല്ല സുഖം ഉണ്ടാവും. എന്നിട്ട് എങ്ങനെയൊക്കെ ഞാനൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പോണ വഴിക്ക്. കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് ഞാൻ കുറേ നേരം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇവർ 2 പേരും മുമ്പിലേക്ക് പോയി, അമ്മയുടെ അടുത്ത് പോയിരുന്നു അന്നേരം. ഞാൻ വീഡിയോ എടുക്കും. പിന്നെ ഇവരെ വെച്ച് ഞാൻ റീൽസൊക്കെ എടുത്തു. പിന്നെ വീണ്ടും റെസ്റ്റ് റൂമിൽ പോകേണ്ടവർക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് നിർത്തി. ഇത് ഇവിടെ ഈ നമ്മുടെ കേരള ബോർഡർ എത്തി കേട്ടോ. ആ ഭാഗത്ത് എത്തി കുറച്ചുകൂടി വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ റെസ്റ്റ് റൂമിലൊക്കെ പോയി. ഇവിടെ നോക്കി നല്ല ഭംഗിയില്ല ഈ ഒരു ഡെക്കോമ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. വെട്ടിക്കളഞ്ഞപ്പോൾ നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നിറച്ച് അതിൻ്റെ മുട്ട് നല്ല രസമാണ് നെറ്റിയിൽ വെച്ച് പൊട്ടിക്കാനായിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഇപ്പോൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കൊരു 3:30 അത്രയൊക്കെ ആയി. വിശപ്പൊക്കെ പോയി. എനിക്ക് ആ സമയത്തൊക്കെ വിശപ്പ് പോവും. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ കഴിച്ചു. അവിടെ തന്നെ റിസോർട്ടിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അല്ലേ റിസോർട്ടിൻ്റെ പേര്. റിസോർട്ട് വൈത്തിരി ഹോളിഡേ റിസോർട്ട് എന്നാണ് കേട്ടോ. അപ്പം ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ പഴയ വൈത്തിരി എന്നാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് വയനാടുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്
ഈ ഒരു റിസോർട്ടിന്, വൈത്തിരി ഹോളിഡേ റിസോർട്ട്. അപ്പം സ്ഥലത്തിൻ്റെ പേരും അങ്ങനെ തന്നെ, പഴയ വൈത്തിരി. നമുക്ക് അങ്ങനത്തെ അവിടുത്തെ ഒന്നും സ്ഥലങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും അറിയില്ലല്ലോ, വയനാട് എവിടെ കിടക്കുന്നു. അപ്പോൾ ഞാൻ പണ്ട് 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 വന്നിട്ടുള്ളത്, അതായത് വയനാട് എത്തിയിട്ടോ, ഇത് നിറച്ച് കാപ്പിത്തോട്ടമല്ല, അത് തേയിലത്തോട്ടമാണ് കേട്ടോ, ചായലയുടെ തേയിലത്തോട്ടമാണ് നിറച്ച്. കാപ്പിത്തോട്ടങ്ങൾ ഞാൻ വെച്ചാൽ വീടിൻ്റെ അടുത്ത് തന്നെ കാപ്പി അങ്ങനെ വളർത്തുന്നുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ മൊത്തം തേയിലത്തോട്ടം. ഞങ്ങളൊക്കെ ഞാൻ 2010 വന്നത്. അതെ 2010 കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്നത്, ഈ ഒരു വയനാട് വന്നത്. അന്നേരം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് കോളേജിൽ നിന്ന് വരുമ്പോൾ ഡോർമെറ്ററി അതിലായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വീഡിയോ ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടോ. അതിൻ്റെ ഞാൻ വരുന്നതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ. ഇത് ഞങ്ങൾ താമസിക്കുന്ന റൂമാണ് കേട്ടോ. ഒരു കുന്ന് പോലെ പൊക്കത്തേക്ക് ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഇതുപോലെ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ താമസിക്കുന്ന ഇതിലെത്താൻ. നമ്മൾ ഈ താമസിച്ചത് എന്താ പറയുക, വില്ല നമ്പർ 101, 101 അതിലായിരുന്നു. കാരണം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴെ ആ ഒരു റെസ്റ്റോറൻറ്റും സ്വിമ്മിങ് പൂളും പാർക്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഇങ്ങനെ സോഫയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ടി വി ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന അവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ, അവിടെ ഒരു ടേബിളും 4 ചെയറും പിന്നെ നല്ല കുഞ്ഞു കബോർഡുകൾ, ഒരു കുഞ്ഞൊരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ 2 റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെയുള്ള റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. അപ്പുറത്തെ റൈറ്റ് സൈഡിൽ അമ്മയ്ക്കും ആരവിനുള്ള റൂമും, ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അമ്മ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുട്ടാണ്. ഇത് ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. അപ്പോൾ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട്, പിന്നെ കട്ടിൽ, പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ടേബിൾ പോലത്തെ ഒരു സംഭവം കട്ടിലിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കബോർഡിൻ്റെ അടുത്തുണ്ട്. വിൻഡോ വലുതും ചെറുതായിട്ടുള്ള വിൻഡോസൊക്കെ ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു വാഷിംഗ് ഏരിയ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വാഷ് ഏരിയ കണ്ടില്ലേ, വാഷ് ബേസിനും മിററൊക്കെ ആയിട്ട്. ഞാൻ വന്നപ്പോൾ തന്നെ അയ്യോ മിററൊന്നും കാണാനില്ലല്ലോ എന്ന് വെച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ മിറർ ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ പിന്നെ ബാത്റൂം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഹസ്ബൻഡ് ഡ്രസ്സുകൾ വെച്ച ബാഗിലായിരുന്നു ഞങ്ങൾ എണ്ണ കൊണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഈ പാരഷൂട്ടിൻ്റെ ബോട്ടിലാണ് കൊണ്ടുവരാറ്. ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. അതുകൊണ്ട് അർജൻറ്റ് ഞങ്ങൾ സാധാരണ തേക്കണ മുറുക്കി എണ്ണയാണ് കൊണ്ടുവന്നത്. അത് നല്ല കട്ടിയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും അത് മെൽറ്റായി, അത് ആകെ ഉരുകിയിട്ട് ആ ബോട്ടിലും ചടയുണ്ടായില്ല. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കവറിൽ നിന്ന് എണ്ണയൊക്കെ പോയി, ബാഗൊക്കെ ആയി. ഭാഗ്യത്തിന് ഡ്രസ്സിലൊന്നും ആയില്ല. വന്ന വഴി തന്നെ വേഗം ഡ്രസ്സുകളൊക്കെ എടുത്ത് കബോർഡിൽ വെച്ചിട്ട് എണ്ണ എടുത്ത് പുറത്തേക്ക് വെച്ചു. അതാണ് ആ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ കവറൊക്കെ ഇരിക്കുന്നത് കണ്ട്. എന്നിട്ട് പിന്നെ ആ ബാഗൊക്കെ കഴുകിയിട്ട് പുറത്തിട്ടു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, അത് റിസപ്ഷനിലോട് പറഞ്ഞു, അത് പുറത്തിടേണ്ട ബാഗ്, അത് കുരങ്ങ് കൊണ്ടുപോകും, നിങ്ങളിവിടെ ആരും ഒന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പേടിക്കാൻ പോകുമ്പോൾ എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കും. അപ്പോൾ ഇവിടെ വന്ന വഴി ഹസ്ബൻഡും മോളും ഞാനൊക്കെ കൂടി ചായ കുടിക്കാതിരിക്കുക, മോനൊക്കെ കൂടി എൻ്റെ ചായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കാണിച്ചു കൂട്ടുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് പച്ചപ്പും മരങ്ങളും, തൊട്ടപ്പുറത്ത് തന്നെ എല്ലാവരുടെയും ഇതുണ്ട് കേട്ടോ, വില്ലകളുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു കുത്തനുള്ള കയറ്റം കയറിയിട്ട് വേണം കേട്ടോ ഓരോരുത്തരുടെ വില്ലയിലേക്ക് പോകാനായിട്ട്. നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ വില്ലയിലേക്ക്. അവിടെ നിന്ന് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ ബാക്കിയുള്ളവരുടെ വില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് താഴത്തേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റും റിസപ്ഷനൊക്കെ കൂടി ഏരിയയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിയാൽ സ്വിമ്മിംഗ് പൂള്. അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കും ഒരു കുഞ്ഞ് സ്ട്രീമുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയാം. ഞാൻ വരുന്ന വീഡിയോയിൽ എന്തായാലും കാണിക്കട്ടെ വിശദമായിട്ടത്. അതുപോലെ നീലത്താമര ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ വേറൊരു ഫാമിലിയും കൂടി, ഒരു ബസ്സിൽ ഫുൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങി കളിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവർ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഫാമിലി ഇറങ്ങി. അപ്പോൾ തിരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇറങ്ങാനും വലിയവർക്ക് ഇറങ്ങാനുള്ള 2 ഭാഗമായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. വരുന്ന വീഡിയോയിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ, അതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത്. ഇനി വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.